റഷ്യ-യുക്രൈൻ യുദ്ധം, പുടിനുമായി നേരിട്ടുള്ള സമാധാന ചർച്ചയ്ക്ക് സെലൻസ്കിയുടെ ആഹ്വാനം. വാർത്ത പ്രസാദ് തീയാടിക്കൽ. കീവ്, ജൂൺ 4. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി വോളോഡിമിർ സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു നിഷ്പക്ഷ രാജ്യത്ത് നേരിട്ടുള്ള സമാധാന ചർച്ച നടത്തണമെന്ന് പൊതുവായി ആഹ്വാനം ചെയ്തു. പൊതുകത്തിലൂടെ നടത്തിയ അഭ്യർത്ഥനയിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഇരുരാജ്യങ്ങൾക്കും സ്ഥിരതയുള്ള സമാധാനം കൈവരിക്കാനുമായി നേരിട്ടുള്ള സംഭാഷണം അനിവാര്യമാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. നിരവധി മാസങ്ങളായി തുടരുന്ന സംഘർഷം ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുത്തുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. അതേസമയം റഷ്യൻ ഭാഗത്തു നിന്ന് ഈ നിർദ്ദേശത്തോടുള്ള ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്ര മാർഗങ്ങൾ വീണ്ടും ശക്തമാകുന്നുവെന്ന സൂചനയായാണ് സെലൻസ്കിയുടെ പുതിയ ആഹ്വാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി വോളോഡിമിർ സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒരു നിഷ്പക്ഷ രാജ്യത്ത് നേരിട്ടുള്ള സമാധാന ചർച്ച നടത്തണമെന്ന് പൊതുവായി ആഹ്വാനം ചെയ്തു. പൊതുകത്തിലൂടെ നടത്തിയ അഭ്യർത്ഥനയിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഇരുരാജ്യങ്ങൾക്കും സ്ഥിരതയുള്ള സമാധാനം കൈവരിക്കാനുമായി നേരിട്ടുള്ള സംഭാഷണം അനിവാര്യമാണെന്ന് സെലൻസ്കി വ്യക്തമാക്കി. നിരവധി മാസങ്ങളായി തുടരുന്ന സംഘർഷം ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടപ്പെടുത്തുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. അതേസമയം റഷ്യൻ ഭാഗത്തു നിന്ന് ഈ നിർദ്ദേശത്തോടുള്ള ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. സമാധാന ചർച്ചകൾക്ക് സാധ്യതയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ലോകരാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ നയതന്ത്ര മാർഗങ്ങൾ വീണ്ടും ശക്തമാകുന്നുവെന്ന സൂചനയായാണ് സെലൻസ്കിയുടെ പുതിയ ആഹ്വാനത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.